വാർത്തകൾ നോക്കാം. മലപ്പുറം പള്ളിക്കലിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. മലപ്പുറം പള്ളിക്കലിൽ കോഴിപ്പുറം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വിളമ്പിയ കറിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ എന്നാണ് സൂചന. വിവിധ ആശുപത്രികളിലായി 54 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം. നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്നത് 26ഓളം പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്ന് നമുക്ക് പറയാൻ പറ്റണമെന്ന് പറയുമ്പോൾ 26 പേഷ്യൻസ് എടുത്തതിൽ തന്നെ ഒരു 20-ന് മേലെ 22ഓളം വന്നത് കുട്ടികളാണ്. അതും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാവാനാണ് ചാൻസ് കൂടുതൽ. വന്നവരെല്ലാവർക്കും വന്ന സമയത്ത് ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു. ടെമ്പറേച്ചർ ഒരു 103, 102 ആ റേഞ്ചിൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ടയേർഡും എല്ലാവർക്കും വൊമിറ്റിങ്ങും ലൂസ് ടൂൾസൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നത് തന്നെ. അപ്പോൾ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന സമയത്ത് നമ്മൾ ആ സമയത്തുള്ള സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്ത്, പിന്നെ ടെമ്പറേച്ചർ ഹൈ ഗ്രേഡ് ഉണ്ട്, ഒപ്പം തന്നെ വിറയലും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്തതിൽ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ കാണാൻ മാത്രമൊന്നും വന്നിട്ടില്ല. പക്ഷേ അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും അത് ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. അതിൽ തന്നെ നമ്മൾ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ചെയ്താൽ തന്നെ കുറച്ച് പേരെയൊക്കെ നമ്മൾ ഇവിടെ കിടത്തിയിട്ട് ഗ്ലൂക്കോസും കാര്യങ്ങളും കയറ്റി അവരുടെ ക്ഷീണവും കാര്യങ്ങളും മാറ്റി ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ട് അവരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ട്. ഒപ്പം തന്നെ ക്യാനിൽ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. ക്യാനിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും കുത്തേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടില്ല. ഭക്ഷണത്തിൻ്റെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ എന്ന് പറയുമ്പോൾ ചാൻസ് കുറവാണ്. കാര്യം ഇപ്പോൾ ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാവരും വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നവരാണ്. അവർ ആ വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ് അവർക്ക് ഇന്നലെ കഴിക്കാൻ കൊടുത്തത് ചോറും കറി എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല, പിന്നെ അച്ചാറുണ്ടായിരുന്നാണ് പറഞ്ഞത്. ചാൻസ് കറിയിൽ നിന്ന് വന്നതാവാനേ ചാൻസ് ഉള്ളൂ. പിന്നീട് മാനേജ്മെൻറ്റിൽ ഒരാൾ പറഞ്ഞത് മുരിങ്ങയിലോ അങ്ങനെ എന്തൊക്കെയോ ആണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഈ സ്കൂളിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഈ ഭക്ഷ്യവിഷബാധ എന്നതിലേക്കാണോ സൂചനകൾ ലഭിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണല്ലോ അല്ലേ? ഭവ്യ, സ്കൂളിലെ ഭക്ഷണത്തിൽ നിന്നാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളത് എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വെള്ളിയാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ നൽകിയ ഭക്ഷണത്തിന്റെ തുടർന്നായിരിക്കാം ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം മുരിങ്ങ അടക്കമുള്ള പച്ചക്കറികളും മറ്റുമാണ് ഈ ഒരു ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട്. കുട്ടികൾക്ക് തൈരും കൊടുത്തിരുന്നു. അപ്പോൾ ഈ 2 മുരിങ്ങയിലയോ തൈരോ ഇതിലേതാണ് ഈ ഒരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ളത് എന്താണെങ്കിലും അന്വേഷണ അല്ലെങ്കിൽ പരിശോധനകൾക്ക് ശേഷമേ അറിയുകയുള്ളൂ. നിലവിൽ 54 പേരാണ് ചികിത്സ തേടിയായിട്ട് റിപ്പോർട്ടുള്ളത്. അതിൽ 20 പേരെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലും 2 പേരെ തിരുവനന്തപുരം താലൂക്ക് ആശുപത്രിയിലും 4 പേർ ഈ ഒരു സ്കൂളിനടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലുമാണ് ചികിത്സയിലുള്ളത്. മറ്റുള്ളവർ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ആരുടെയും ആരോഗ്യനില ആശങ്കാജനകമല്ല, തൃപ്തികരമാണ്. പനിയും അതുപോലെ തന്നെ ഛർദി, വയറിളക്കം എന്നിവയാണ് ഇവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. നിലവിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഈ ഒരു അസുഖം, ഈ ഒരു ഭക്ഷ്യവിഷബാധ എവിടെ നിന്നുണ്ടായി എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും മറ്റും ആവശ്യമാണ്. ശരി, നന്ദി. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.